അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിലാണ് ഞാൻ ഇടപെട്ടത്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഒരാൾ കൂടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഷാജർ അടിസ്ഥാനരഹിതമായി പറയുമ്പോൾ ആ പെൺകുട്ടിയെ നിങ്ങൾ വെർബൽ റേപ്പ് നടത്തിയിരിക്കുകയാണ് ഷാജർ. അതിന് നിങ്ങൾ മറുപടി പറയണം. അതിനകത്ത് രാഹുൽ ഗാന്ധി പെട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയോടൊപ്പം പടമുണ്ടോ? നിങ്ങൾ പിടിച്ചകത്തിട്ട് ഷാജറെ. ഒരു ചിത്രത്തിന്റെ പേരിലാണ് ആളെ അറസ്റ്റ് ചെയ്യേണ്ടത്. ചിത്രത്തിന്റെ പേരിലാണ് താങ്കൾ ബന്ധം പറയുന്നതെങ്കിൽ ഈ ചിത്രം ആരാ ഷാജറെ? ഈ ഷാജർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഷാൻ മുഹമ്മദ് എന്ന ആ പെൺകുട്ടി തിരിച്ചൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഷാജർ പോക്സോ കേസിൽ അകത്താകും. ആ വകുപ്പ് മാത്രമേ ഷാൻ മുഹമ്മദിനെതിരെ ഉള്ളൂ. ഞാൻ പറയാം എന്താ കേസെന്ന്. 473/21 കേസിലെ 19ഉം 21ഉം സെക്ഷനാണ് ഷാൻ മുഹമ്മദിനെതിരെ എടുത്തിരിക്കുന്നത്. എന്താ സെക്ഷൻ എന്നറിയാമോ ഷാജറെ? ആ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു ആ പെൺകുട്ടി എന്ന വിവരം അറിഞ്ഞിട്ട് അത് പോലീസിൽ അറിയിച്ചില്ല, അതാണ് കേസ്. അല്ലാതെ പീഡിപ്പിച്ചു എന്നല്ല. താങ്കളുടെ ഈ കമന്റ് മാത്രം മതി ആ പെൺകുട്ടിക്ക് നിങ്ങൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാൻ. അതവിടെ നിൽക്കട്ടെ. ഇനി ഷാൻ മുഹമ്മദിനെതിരെ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അത് അറിഞ്ഞിട്ട് ഇവരെ കൊടുക്കാത്ത യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അതിനുവേണ്ടി സംസാരിക്കുന്നു. ഇതിനകത്ത് വളരെ പർട്ടിക്കുലറൈസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ തീവ്രത ഇളക്കുന്ന യന്ത്രവുമായിട്ട് നടക്കുന്ന പാർട്ടിയല്ല ഇത്. ഇത് പാർട്ടി വേറെയാ. അതുകൊണ്ട് ഇനി ഷാൻ മുഹമ്മദ് കുറ്റക്കാരനാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനല്ലേ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? നിങ്ങളല്ലേ? പിടിച്ചകത്തിടൂ. ഷാൻ മുഹമ്മദ് കുറ്റക്കാരനാണ് എങ്കിൽ പിടിച്ചകത്തിടൂ. അതിന് യൂത്ത് കോൺഗ്രസ് സംരക്ഷണം നൽകും. ഒരു തർക്കവും വേണ്ട. അതവിടെ നിൽക്കട്ടെ. ഇനി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിലാണ് ഞാൻ ഇടപെട്ടത്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഒരാൾ കൂടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഷാജർ അടിസ്ഥാനരഹിതമായി പറയുമ്പോൾ ആ പെൺകുട്ടിയെ നിങ്ങൾ വെർബൽ റേപ്പ് നടത്തിയിരിക്കുകയാണ് ഷാജർ. അതിന് നിങ്ങൾ മറുപടി പറയണം. 1. 2, ഞാൻ പറഞ്ഞതിനെ താങ്കൾ തെറ്റിദ്ധരിച്ചു. ലൈക്കും കമന്റും ഒക്കെ മാനദണ്ഡമാക്കുന്ന ആളുകളൊന്നും അല്ല കോൺഗ്രസ്സുകാര്. ഇനി ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ 2020 സെപ്റ്റംബർ 23 താങ്കൾക്കടക്കം ഒരു സർക്കുലർ വന്നിട്ടുണ്ട് CPM. എന്താണെന്നറിയാമോ? ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ പേജുകളിൽ ലൈക്കിന്റെ എണ്ണം കുറവാണ്, ലൈക്ക് കൂട്ടണം, കമന്റുകൾ ആർക്കൊക്കെ കൂട്ടണം. അങ്ങനെ ലൈക്കും കമന്റും ചെയ്യുവാൻ കേരളത്തിലൊരു പാർട്ടി, ആ പാർട്ടിയുടെ അണികൾക്ക് സർക്കുലർ കൊടുത്തിട്ടുള്ള ഒരേ ഒരു പാർട്ടിയുടെ പേര് CPM എന്ന. എന്നിട്ട് ഇവിടെ വന്നിരുന്ന ചാനൽ ചർച്ചയിൽ ഒരു തഗ് ഡയലോഗ് അടിച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈക്കും കമന്റും നോക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് പറയരുത്. അതൊക്കെ വസ്തുതാവിരുദ്ധമാണ്. 1. ഇനിയും നിങ്ങൾ പറഞ്ഞു പട്ടാമ്പിയിൽ ഏതോ യൂത്ത് ലീഗുകാരൻ സ്വർണം കടത്തിയിട്ടുണ്ട്. എന്റെ ഷാജറെ, നാണക്കേടല്ലേ നിങ്ങൾ ഇത് പറഞ്ഞു നടക്കാൻ പാടുണ്ടോ? ഞങ്ങളും പറയുന്ന ആരോപണം ഇത് തന്നെയാ. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ അമ്പേ പരാജയമാണ്. അതുകൊണ്ടാണ് 2017 തൊട്ട് ഇന്ന് 2021 വരെ ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രൈം റേറ്റിൽ, സ്വർണ്ണക്കടത്ത് റേറ്റിൽ 1ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നത്. ഇന്ത്യയിലെ ആകെ 10 വിമാനത്താവളങ്ങൾ സ്വർണ്ണക്കടത്തിന്റെ മേജർ ഹബ്ബുകളാകുമ്പോൾ അതിൽ 3ഉം കേരളം ഉൾപ്പെടുന്നതിന്റെ കാരണം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനോടൊപ്പം താങ്കൾ നിൽക്കരുത്. ഇനി യൂത്ത് ലീഗുകാരൻ സ്വർണം കടത്തിയിട്ടുണ്ടോ? പിടിച്ചകത്തിടണം. അതിനകത്ത് രാഹുൽ ഗാന്ധി പെട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയോടൊപ്പം പടമുണ്ടോ? നിങ്ങൾ പിടിച്ചകത്തിട്ട് ഷാജറെ. ഒരു ചിത്രത്തിന്റെ പേരിലാണ് ആളെ അറസ്റ്റ് ചെയ്യേണ്ടത്. ചിത്രത്തിന്റെ പേരിലാണ് താങ്കൾ ബന്ധം പറയുന്നതെങ്കിൽ ഈ ചിത്രം ആരാ ഷാജറെ? ഇങ്ങനെ ഗൗരവത്തിൽ നീല ഷർട്ടുമിട്ട് താടിയും വെച്ചിരിക്കുന്ന ആ ചിത്രം താങ്കളുടേതല്ലേ? താങ്കൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? ഏണസ്റ്റോ ചെഗുവേരയോടും ഫിദൽ കാസ്ട്രോയോടും ഒപ്പം ഒന്നല്ലോ നിൽക്കുന്നേ. അർജുൻ ആയങ്കിയോടൊപ്പം അല്ലേ നിൽക്കുന്നേ? ആ അർജുൻ ആയങ്കിയെ പോലെ ഇന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരാളോടൊപ്പം ചിത്രം എടുത്ത താങ്കളാണോ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്? അതൊരു ശകലം ഉളുപ്പില്ലായ്മയല്ലേ? ഇനി സ്വർണ്ണക്കടത്ത് കേസ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി പ്രതിക്കൂട്ടിലാകുന്നു. എന്തുകൊണ്ട്? അതിന്റെ ഉത്തരവാദിത്തം അർജുൻ ആയങ്കി എന്ന് പറയുന്ന നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വരെ അതിന്റെ സംശയത്തിന്റെ നിഴൽ നിൽക്കുകയല്ലേ? കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്വർണ്ണക്കടത്ത് കേസ്. ആ സ്വർണ്ണക്കടത്ത് കേസിൽ സംശയത്തിന്റെ മുൾമുന ചെന്നെത്തിയത് പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയന്റെ ഓഫീസിലേക്കല്ലേ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? 2, കേരളത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ മരുന്നിന് പുറത്തിറങ്ങണമെങ്കിൽ ഇന്ന് ഈ ചാനൽ ചർച്ചയ്ക്ക് ഒന്ന് പങ്കെടുക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത്
ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ടെലിവിഷൻ ചർച്ചയ്ക്ക് പോകണമെങ്കിൽ 100 വിശദീകരണം കൊടുക്കണം, മരുന്ന് വാങ്ങാൻ പോകണമെങ്കിൽ വിശദീകരണം കൊടുക്കണം. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കോവിഡിന്റെ 1ാം ഘട്ടത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ നിന്ന് വാളയാർ വഴി ബാംഗ്ലൂരിലേക്ക് പോയി. ഇപ്പോൾ 2ാമത്തെ കേസ് അർജുൻ ആയങ്കി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി, അയാൾ ഒളിവിലാണ്. അയാളെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് CPM-ന്റെ പാർട്ടി ഗ്രാമത്തിലാണ്. ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാം നിഷ, എന്തിനു വേണ്ടിയിട്ടാണ് ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരുടെയൊക്കെ പേര് പറയണം, ആരുടെയൊക്കെ പേര് പറയുവാൻ പാടില്ല. ഇത് തീരുമാനിക്കാൻ അർജുൻ ആയങ്കിക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക. ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് ഒരല്പമെങ്കിലും അഭിമാനബോധം ഉണ്ടെങ്കിൽ അർജുൻ ആയങ്കി എന്ന് പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അവൻ ഒളിവിൽ പോയതിനു ശേഷം സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടു, ഞാനും ഈ പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലേ, പാർട്ടിയെ പ്രതി ചേർക്കരുതേ. അപ്പൊ CPM വിരുദ്ധനാണ്, CPM-ൽ നിന്ന് പുറത്താക്കിയ ആളാണല്ലോ. അതിനും ഷാജർ വിശദീകരണം തരണം. അർജുൻ ആയങ്കിയെ പുറത്താക്കിയെങ്കിൽ ആ പുറത്താക്കിയ ലെറ്റർ എവിടെ? കേരളത്തിലെ വിമാനത്താവളങ്ങളിലൂടെ ഈ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ആ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന ജനങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് മുമ്പിൽ താൽക്കാലികമായി ജയിക്കാൻ ഒരു പോസ്കോ കേസിലെ പ്രതികൾ പൂർണ്ണമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ജില്ലാ ജനറൽ സെക്രട്ടറിയും ഉണ്ടായിട്ട് അല്ല. ഒരു മിനിറ്റ് അല്ല, എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുന്നില്ല, ഇടയ്ക്ക് ഇടപെട്ട് ഞാൻ കേൾക്കില്ല. ഒന്ന് പറയാൻ അവസരം, ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിസ്സാരമല്ല. ഒരു പോസ്കോ കേസിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചവർ പൂർണ്ണമായി യൂത്ത് കോൺഗ്രസ്, അതിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട്. ആ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നിട്ട് പോലും അതിൽ ഇദ്ദേഹം എത്ര ലാഘവത്തോടുകൂടി സംസാരിച്ചതിനെ, നിസ്സാര സംഭവമല്ലല്ലോ. നിങ്ങൾ നിഷ ആ വിഷയം കൃത്യമായി നിങ്ങൾ തന്നെ പ്രതികരിക്കണ്ടേ? എനിക്ക് അവസരം തരേണ്ട ആവശ്യമില്ലല്ലോ. പോസ്കോ കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന ഇദ്ദേഹം ന്യായീകരിച്ചില്ലേ? നോട്ടീസ് പുറപ്പെടുവിച്ച ഒരു പ്രതിക്ക് വേണ്ടി ന്യായീകരിച്ചു. പോസ്കോ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ന്യായീകരിച്ചു. ഭാരവാഹിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച സ്വർണ്ണക്കടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നിഷ ഇടപെടണം. രാഹുലെ ഒരു കാര്യം സംസാരിക്കണ്ട, നിങ്ങൾ അനാവശ്യമായി സംസാരിക്കേണ്ടതില്ല. പോസ്കോ കേസിലെ പ്രതിക്ക് വേണ്ടി കിട്ടി ചാനൽ ചർച്ചയിൽ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾക്കെതിരെ കേസെടുക്കണം ഈ വിഷയത്തില്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഇത്രമേൽ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അത് മനോരമ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട്. ഒരു നിമിഷം കേൾക്കാമെങ്കിൽ ഷാജിർ, നിങ്ങൾ ഇവിടെ ചർച്ചയില്ല. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. ഈ സമൂഹം ഡിവൈഎഫ്ഐ അങ്ങനെ കാണുന്നു. വ്യക്തിപരമായി ഞാൻ ഉണ്ടാവുകയില്ല. ഒരു നിമിഷം ഇടപെടണം. രാഹുലിന്റെ വിശദീകരണം എന്താണ് പെട്ടെന്ന്? കാരണം എന്റെ വിഷയം പോക്സോ കേസല്ല, എന്റെ വിഷയം സ്വർണ്ണക്കള്ളക്കടത്താണ്. ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കരുത്. രാഹുലിന്റെ വാചകത്തിൽ വിശദീകരണം പറയാം. പെൺകുട്ടിയോടൊപ്പമാണ്. ആ പെൺകുട്ടിയുടെ പരാതിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിഷ, ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഷാജർ പറഞ്ഞത് അല്ല, ഷാജർ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഷാജർ പറഞ്ഞത് കള്ളമാണ്. ഇതുപോലെ വിഷയമായതുകൊണ്ട് വിഷയത്തിൽ ന്യായീകരിച്ചത് നോക്കൂ ഒരു കാര്യം, നിങ്ങൾക്കറിയാം ഈ ചർച്ചയിൽ വരുമ്പോൾ രാഹുൽ ദയവായി ഷാജിർ നോക്കൂ, ഈ വിഷയത്തിൽ ഒരു തെറ്റിദ്ധാരണയും വിഷയമില്ല. നിങ്ങൾ രണ്ടുപേരും ന്യായീകരിച്ചിട്ടില്ല. ആ പോക്സോ കേസിൽ ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് കഴിവില്ലാത്ത പിണറായി വിജയനെയാണ് ഞാൻ പരിഹസിച്ചത്. താങ്കൾ പറഞ്ഞത് കേസിലെ 2ാം പ്രതിയായ പുളിഞ്ഞാനം ഇടന്തോട്ടിൽ വീട്ടിൽ മുഹമ്മദ് മകൻ ഷാൻ മുഹമ്മദിനെ 32 വയസ്സ് അറസ്റ്റ് ചെയ്തതിന് വേണ്ട അന്വേഷണം ഊർജിതമാക്കി. ഞാൻ കൂടുതൽ വായിക്കണം. ഈ 2ാം പ്രതിക്ക് വേണ്ടി സംസാരിച്ചില്ലേ?
സംസാരിച്ചില്ലേ? രണ്ടാം പ്രതിക്ക് വേണ്ടിയാണോ സംസാരിച്ചത്? രണ്ടാം പ്രതിയുടെ നിഷ, പേരിലുള്ളത് നിഷ, പീഡന clarify കേസല്ല ചെയ്യണം, നിഷ. എന്നാണ് രാഹുൽ പറഞ്ഞത്. വസ്തുതാപരമായ ഒരു പിശകാണ് ചൂണ്ടിക്കാണിച്ചത്. ഞാനും അത് പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. ഇയാൾ പീഡിപ്പിച്ച വ്യക്തിയല്ല, പീഡനത്തിന് ഒത്താശ ചെയ്ത, പക്ഷേ പീഡനത്തിന് ഒത്താശ ചെയ്തതും ഒട്ടും ചെറിയ കുറ്റമല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവിടെ ഈ വിഷയം നിർത്തുകയാണ്. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് പോസ്കോ കേസിലെ 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട കേസിലെ പ്രതി എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല ഷാജർ അങ്ങനെയല്ല പറഞ്ഞത്, പീഡിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ഇത് ഗുരുതരമായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇനി ഇടപെടും. രാഹുലെ, ഈ വിഷയം വരുമെന്ന് കണ്ട് താങ്കളതിനെ കൗണ്ടർ ചെയ്യാൻ എന്തെങ്കിലും പോയിന്റുമായി വന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ പീഡിപ്പിച്ച കേസിലെ പ്രതി എന്ന് പറഞ്ഞതിനെയാണ് തിരുത്താൻ ശ്രമിച്ചത്. ശരി, എന്റെ വിഷയമല്ല. നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കും. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്റെ വിഷയം പോക്സോ കേസല്ല. എന്റെ വിഷയം കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി നടത്തുന്ന വലിയ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ്. അതിലേക്ക് ചർച്ചയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തുടരാം. ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ രാഹുൽ, ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തുന്ന വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഷാജർ, ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ചെമ്പലോട് മേഖലാ സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള അല്ലെങ്കിൽ സ്പീക്കർ പദവിയിലിരുന്ന ആളുകൾ വരെ കേരളത്തിൽ CPM നേതാക്കൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെയും സംശയത്തിന്റെയും നിഴലിൽ വരുന്നുവെന്നാണ് രാഹുൽ ദയവേത്. അല്ല, ഒറ്റവാചകത്തിലല്ല, ഇവിടെ എനിക്കെതിരെ ഗുരുതരമായ ഒരു വിഷയം പറഞ്ഞു. പോക്സോ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന പാർട്ടിയുടെ പേര് CPM എന്ന പാലത്തായിലെ പീഡിപ്പിച്ച പപ്പൻ എന്ന് പറയുന്ന ആളെ സംരക്ഷിച്ച പാർട്ടി CPM. അതടക്കം പോക്സോ കേസിൽ ഒരുപാട് വിഷയങ്ങളിൽ CPM-ന് ഒളിക്കുവാനും മറയ്ക്കുവാനും ഉണ്ട്. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. പോക്സോ കേസിൽ ഇനിയും അത് രാഹുൽ ഗാന്ധിയാണ് പ്രതിയെങ്കിലും നിങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അയാളുടെ വക്കാലത്ത് പിടിക്കാൻ ഞങ്ങൾ പോവില്ല. ഒറ്റ നിലപാട്. അത് പറയാൻ ഒരുപക്ഷെ ഷാജറിന് കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ KC വേണുഗോപാലിനെ പറ്റി പറഞ്ഞ ന്യായീകരണം, ഈ ആരോപണമൊക്കെ ഷാജറെ ഈ വാട്സപ്പിൽ പണ്ട് വന്ന് പഴകിപ്പോയ കേസുകൾ പിന്നെയും എടുത്തോണ്ട് വരരുത്. ഇതൊക്കെ പൊളിഞ്ഞു പോയതാ. KC വേണുഗോപാലാണോ LDF-ന്റെ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഓഫീസിൽ സ്വപ്ന സുരേഷിനെ നിയമിച്ചത്? അങ്ങനെ KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന സുരേഷിനെ പിണറായി വിജയൻ നിയമിച്ചതെങ്കിൽ പിന്നെ പിണറായി വിജയൻ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോകരുത്. കാരണം വേറെ ഒരു പണിക്കും അദ്ദേഹത്തെ കൊള്ളത്തില്ല എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി തൊട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെ പ്രതിയാകുക. നാളെ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാണെന്ന് കണ്ടെത്തിയാലും നിങ്ങൾ പറയാൻ പോകുന്നത് പിണറായി വിജയൻ ഈ പാർട്ടിയുമായിട്ട് എന്താ ബന്ധം? അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടി വർഷങ്ങൾക്ക് മുമ്പ് അയാളെ പുറത്താക്കിയതാണ് എന്ന പരിപാടി നിങ്ങൾ പറയും. നിങ്ങൾ ഒരാളെ പുറത്താക്കി എന്ന് പറഞ്ഞു. പുറത്താക്കിയത് 1 വർഷത്തേക്ക് മാത്രമാണ് ഷാജറെ താങ്കൾ പുറത്താക്കിയത്. അങ്ങനെയാണെങ്കിൽ കളമശ്ശേരിയിലെ സക്കീർ ഹുസൈനെ പുറത്താക്കി, അദ്ദേഹത്തെ തിരിച്ചെടുത്തു. അതുപോലെ ഈ കേസ് ഒന്ന് താഴുമ്പോൾ നിങ്ങൾ സൗകര്യപൂർവ്വം അയാളെയും തിരിച്ചെടുക്കും.